ഡോക്ടർ മോഹൻ വർഗീസ്, രാഹുലിൻ്റെ ആരോപണങ്ങളിൽ സാങ്കത്യമുണ്ടോ, കഴമ്പുണ്ടോ? ഞാൻ നേരത്തെ ആവർത്തിച്ച് അഡ്വക്കേറ്റ് നിയാസിനോട് ചോദിച്ചതുപോലെ സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് പോലും തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേടുകൾ നടന്നെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ കഴിവ് കേടിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? കർണാടകത്തിലെ പോലീസും മറ്റുദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ടവരും നോക്കുകുത്തികളാണ് എന്നല്ലേ രാഹുൽ വിവക്ഷിക്കുന്നത്, പറയാതെ പറഞ്ഞു വെക്കുന്നത്? ശ്രീ രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ ഒരു കപ്പാസിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ പെടുന്ന കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് പൊതുജന സമക്ഷം ചൂണ്ടിക്കാട്ടാനുള്ള ചുമതലയുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക്. മറ്റേതൊരു രാഷ്ട്രീയക്കാരനെ പോലെ തന്നെ രാഹുൽ ഗാന്ധിയും അത് ചെയ്യുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം മുൻകാലങ്ങളിൽ പലപ്പോഴും രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശനങ്ങൾ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയാതെ വന്നു, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നൊരു ചരിത്രം കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു പുതുമ കാണുകയുണ്ടായി. അതായത് വേദിയിൽ തിക്കിത്തിരക്കി സാധാരണ കോൺഗ്രസ് നേതാക്കൾ ഇരിക്കുന്ന പതിവിൽ നിന്നും മാറി രാഹുൽ ഗാന്ധി ഏകനായി ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ മോഡിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനകത്തൊരു അക്കാഡമിക് ടച്ച് വരികയാണ്. ഒരു റിസർച്ച് പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത് പോലെ ഒരു സ്റ്റഡി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അത് അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ രാജ്യത്ത് കുറച്ച് താല്പര്യം അവിടെ ജനിച്ചു. എന്താണ് ഇദ്ദേഹം പറയുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ? അതുകൊണ്ടാണ് ഇവിടുത്തെ ചോദ്യം, ഉണ്ടയില്ല വെടിയാണോ ഈ ആരോപണങ്ങൾ, അതോ ആ വെടി ശബ്ദം മാത്രമായിരുന്നോ, അതോ പുകയും ശബ്ദവും മാത്രമാണോ, അതോ അത് പ്രഹരശേഷിയുള്ള ഒരു ഉണ്ട ആ വെടിക്ക് ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ്. ഇവിടെ നോക്കൂ, ഇതിനകത്ത് രണ്ട് രീതിയിൽ തന്നെ കാണാം. പൊളിറ്റിക്കൽ ഒരു റെറ്ററിക് എന്ന നിലയിൽ നിരന്തരം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണകക്ഷി അട്ടിമറിക്കുന്നു എന്ന ഒരു പ്രതീതി ജനറേറ്റ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻറ്റ് റെറ്ററിക്, അതൊരു വശത്ത്. മറുവശത്ത് അദ്ദേഹം പറയുന്നതിൻ്റെ ഫാക്ട് ചെക്ക് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് ഉണ്ടയില്ലെവിടെയാണോ ഇല്ലയോ എന്ന് മനസ്സിലാകൂ. ഇവിടെ നോക്കൂ, നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫാക്ട് ചെക്കിലേക്ക് നീങ്ങാം. ഇവിടെ 25 മണ്ഡലങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സിനെ ബാധിക്കുന്ന വിഷയം. ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് പകരം തനിക്ക് പ്രധാനമന്ത്രിയാകാമായിരുന്നു 2024 തെരഞ്ഞെടുപ്പിന് ശേഷം, പ്രൊവൈഡഡ് 32,000-ൽ താഴെ വോട്ടിന് BJP വിജയിച്ചു വന്ന, അല്ലെങ്കിൽ NDA കക്ഷികൾ വിജയിച്ചു വന്ന ആ ഒരു 25ഓളം സീറ്റുകൾ അവിടുത്തെ ഫലം മറ്റൊന്നായിരുന്നു എങ്കിൽ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് മറ്റൊരു നേതാവാകുമായിരുന്നു, മറ്റൊരു പാർട്ടിയാകുമായിരുന്നു എന്ന പ്രിമൈസിൽ നിന്നുകൊണ്ടാണ്, അതൊരു തരം ജഡ്ജ്മെൻ്റലാണ്, അതിൽ നിന്നുകൊണ്ടാണ് 25 ലോക്സഭാ മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും സാധ്യത തെളിയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ ഇത് നോക്കൂ, ബാംഗ്ലൂർ സെൻട്രലിലെ ഈ നിയമസഭാ സെഗ്മെൻറ്റിൽ ഓൾ ബട്ട് വൺ, ആ ഒരു മഹാദേവപുര എന്ന ആ ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ മാത്രമാണ് BJPക്ക് നല്ല ലീഡുണ്ടായിരുന്നത്. മറ്റെല്ലായിടത്തും കോൺഗ്രസ്സിന് ലീഡുണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നൈതികത, വിശ്വാസ്യത ചോദ്യം ചെയ്യാനാവില്ല. കാരണം ഇങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് BJPയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും പറയുന്ന, കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, പല നിയോജക മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ധുലെ ലോക്സഭാ മണ്ഡലം, അതിൻ്റെ പരിധിയിൽ വരുന്ന മലേഗാവ് മണ്ഡലം നിയമസഭാ സെഗ്മെൻറ്റ്, അവിടെ കോൺഗ്രസ്സിന് മൃഗീയമായൊരു നമ്പേഴ്സ് കിട്ടി. മറ്റെല്ലാ നിയമസഭാ സെഗ്മെൻറ്റിലും ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ BJPക്കായിരുന്നു മേൽക്കൈ. അവിടെ ജയിച്ചു വന്നത് കോൺഗ്രസിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കാവുന്നൊരു കാര്യമാണ്. ഒരു സെഗ്മെൻറ്റിൽ കുറേയേറെ വോട്ടുകളുടെ ബലത്തിൽ ഒരു പാർട്ടിക്ക് വിജയിച്ചു വരാം. ആ പ്രമൈസിലാണ് രാഹുൽ ഗാന്ധി തുടങ്ങുന്നത്. അതിൽ നിന്നാണ് ആ ഒരു മണ്ഡലം മാത്രമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ 100,000-ൽ പരം വോട്ടുകൾ കൃത്രിമമായി ആഡ് ചെയ്യപ്പെട്ടവയാണ്. അല്ലെങ്കിൽ ഈ 1 lakh ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ 1,00,000 വോട്ടുകൾ എന്ന് പറയുന്നത് വലിയൊരു നമ്പേഴ്സാണ്, മൈൻഡ് ബ്ലോയിങ് നമ്പറാണ്. അപ്പോൾ അത് മാധ്യമ പ്രവർത്തകരും ഈ രാജ്യത്തെ ഈ ചിന്തിക്കുന്ന ആളുകളും വളരെയധികം കണ്ണു തുറന്ന് കേട്ടു. എന്താണ് ഈ 1,00,000-ൻ്റെ കണക്ക്? അതിൻ്റെ ബ്രേക്കപ്പിലേക്ക് രാഹുൽ ഗാന്ധി വന്നു. ഒരു അക്കാഡമീഷ്യൻ്റെ ചാരുതയോടുകൂടി അതിൻ്റെ ബ്രേക്കപ്പിലേക്ക് രാഹുൽ ഗാന്ധി വന്നു. അവിടെയാണ് വോട്ട് ഇരട്ടിപ്പ്. വോട്ട് പേരുകൾ, ഫാദറിൻ്റെ പേര് തെറ്റാണ്, അല്ലെങ്കിൽ എക്സ് വൈ എന്നിട്ടിരിക്കുന്നു, വിലാസത്തിൽ 00 എന്നിട്ടിരിക്കുന്നു. അങ്ങനെ അബദ്ധ പഞ്ചാംഗങ്ങളുടെ ഒരു ഘോഷയാത്ര വലിയ റിസർച്ചിൻ്റെ സഹായത്തോടു കൂടി, അതായത്
ഏതാണ്ട് 300 കിലോ ബണ്ടിൽ പേപ്പേഴ്സ് അതെ. അതിൻ്റെ സഹായത്തോടു കൂടി വലിയ 6 മാസം നീണ്ടു നിൽക്കുന്ന 30 കോൺഗ്രസ് പ്രവർത്തകരുടെ 6 മാസത്തെ കഠിനാധ്വാനം അത് വേണ്ടി വന്നതിൻ്റെ കാരണമായി രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അത് കാരണമായത് എന്തുകൊണ്ടാണ്? ഡിജിറ്റൽ കോപ്പി, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ ഡിജിറ്റൽ കോപ്പി കൈമാറുന്നതിന് എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ തടസ്സം? ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഇതിനൊരു പ്രീസിഡൻസ് ഉണ്ടാക്കണമല്ലോ. മുൻകാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നിരന്തരമായി രാഷ്ട്രീയ കക്ഷികൾ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴും ഡിജിറ്റൽ കോപ്പി കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ടാവാം, മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം. അത് പറയാൻ ഞാനാളല്ല, അതുകൊണ്ട് അതിൻ്റെ കാരണം പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടാകാം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഹാഡ് ടു വർക്ക് വെരി ഹാർഡ് ടു കൗണ്ടർ ചെക്ക്. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ബാംഗ്ലൂർ സെൻട്രലിൻ്റെ അറ്റ്ലീസ്റ്റ് മഹാദേവപുര സെഗ്മെൻറ്റിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് 6 മാസം എടുത്തുകൊണ്ട് വീടാന്തരം കയറി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അവരൊരു റിപ്പോർട്ടുമായിട്ട് കൊണ്ടുവന്നു. ആ കാര്യങ്ങളാണ്, ആ രേഖകളാണ് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന രേഖകൾ. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന രേഖകളെന്നല്ല, മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു ന്യായമായ കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്നു. എന്താണ്? പൊതുജന സമക്ഷം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു ഫോർമാറ്റിൽ എഴുതി ഒരു സത്യവാങ്മൂലം എന്ന രീതിയിൽ അടിയിൽ ഒപ്പിട്ട് ഉത്തരവാദപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഫോർമലി കൊടുക്കുന്നില്ല? മുൻകാലങ്ങളിൽ രാഹുൽ ഗാന്ധി കൊടുത്തു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അല്ല കൊടുത്തത്. രാഹുൽ ഗാന്ധി ഒരൊറ്റ പരാതി കൊടുത്തതായിട്ട് എനിക്കറിയില്ല. കോൺഗ്രസ് നേതാക്കളും വക്കീലന്മാരും കൊടുത്തിട്ടുണ്ട്, അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കൈപ്പറ്റാൻ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ വിസമ്മതിക്കുന്ന കാഴ്ചയും നമ്മൾ മുൻപ് കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഒന്നും തെറ്റ് സംഭവിച്ചു എന്നോ തെറ്റ് സംഭവിച്ചില്ല എന്നോ കമ്മീഷൻ തെളിച്ചു പറഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം തീർച്ചയായും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് ആർഗ്യൂ ചെയ്യുന്നതിനേക്കാൾ, അതായത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി BJP ആണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റീവ് ആർഗ്യുമെൻ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താണ് ശ്രീ അനിൽ? ഒബ്ജക്റ്റിവിറ്റിയാണ്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം, BJP മനസ്സിലാക്കണം. ഇവർ 6 മാസം എടുത്ത് നടത്തിയ അന്വേഷണം, പരിശോധന, അത് എത്രത്തോളം വസ്തുനിഷ്ഠമാണ് എന്നുകൂടി പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായും അതിനകത്ത് സബ്ജക്റ്റിവിറ്റി ഉണ്ട്. അന്വേഷിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, നിഷ്പക്ഷരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അല്ലാന്ന് ഓർക്കണം. കോൺഗ്രസ്സുകാർ അന്വേഷിക്കുമ്പോൾ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ മാത്രമുള്ള നിഗമനങ്ങളിലാണ് എത്തിച്ചേരുക. ഇനി അതിൻ്റെ സബ്ജക്റ്റീവ് കമ്പോണൻറ്റിലേക്ക് വരിക. ഇത്രയും കാര്യങ്ങൾ ഒബ്ജക്റ്റീവാണ്, സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധി ഒബ്ജക്റ്റീവായി റിസർച്ച് ചെയ്ത് ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് ഇൻഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മണ്ഡലത്തിൽ കാര്യങ്ങൾ പാളിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രൊജക്ഷനാണ് ശ്രീ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മറുവശം നോക്കൂ, രാഹുൽ ഗാന്ധി അതിന് പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ്? ആ ന്യായങ്ങളിലാണ് സബ്ജക്റ്റിവിറ്റിയും കോൺഗ്രസിൻ്റെ തന്നെ ഒരുതരം ഇൻഹിബിഷൻസും എല്ലാം വെളിയിൽ വരുന്നത്. നോക്കൂ, ഹരിയാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങൾ, ഈ കർണാടക വിട്ടിട്ട് 3 സംസ്ഥാനങ്ങളുടെ കാര്യം വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് തോറ്റമ്പി, BJP അധികാരത്തിൽ വന്നു. അപ്പോൾ ഇതിന് വ്യക്തമായ കണക്കുകൾ പറയാൻ രാഹുൽ ഗാന്ധി കഴിയുന്നില്ല. മധ്യപ്രദേശിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ വോട്ട് വന്നപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഒന്നുമില്ല, BJP ജയിച്ചു വന്നു. അത് ലളിതയുക്തി മാത്രമാണ്. ഇനി ഹരിയാനയിലേക്ക് വരൂ. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗങ്ങൾക്ക് ജനപങ്കാളിത്തം വളരെ കുറവായിരുന്നു. അവിടെ നീണ്ടു നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. എന്താണ്? കർഷക പ്രക്ഷോഭമുണ്ട്, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമുണ്ട്, കായിക താരങ്ങളുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് BJP പരാജയപ്പെടും, കോൺഗ്രസ് അവിടെ പാട്ടും പാടി ജയിക്കും. ഇലക്ഷൻ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ, അഭിപ്രായ സർവേകളെല്ലാം തന്നെ കോൺഗ്രസിന് നിർണായക എഡ്ജ് പ്രഡിക്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോഴും അതിനൊരു ലോജിക്ക് മാത്രമാണ് പറയുന്നത്, അല്ലാതെ അതിനകത്ത് ഒരു ഒബ്ജക്റ്റിവിറ്റി എനിക്ക് കാണാൻ കഴിയുന്നില്ല. മഹാരാഷ്ട്രയിലേക്ക് വരുന്നു. അവിടെ നമുക്കറിയാമല്ലോ, മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48-ൽ 30 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു വന്നതാണ്. അല്ലെങ്കിൽ മഹാവികാസ് അഘാതി, കോൺഗ്രസും NCPയും ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും എല്ലാം ചേർന്ന ആ ഒരു സംവിധാനം വിജയിച്ചു വന്നു. BJP ബാക്ക്ഫുട്ടിൽ പോയി.
പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു ബോൾ ഗെയിമാണ്. ലാഡ്കി ബഹൻ പദ്ധതിയുടെ ഒക്കെ സഹായത്തോടു കൂടി BJPക്കും ശിവസേന ഷിൻഡെ വിഭാഗത്തിനും NCP പവാർ അതായത് അജിത് പവാർ വിഭാഗത്തിനും ചേർന്നുകൊണ്ട് നിർണായക മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചു. കേവലം 50 സീറ്റിൽ താഴെയാണ് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഞങ്ങളെങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളെങ്ങനെ പരാജയപ്പെട്ടു? അവിടെ കേവലം 6 മാസം കൊണ്ട് 1 കോടി വോട്ടർമാരെ എങ്ങനെ ചേർത്തു? ഞാൻ പറയും അത് ചേർത്തവരുടെ മിടുക്കാണ്. കോൺഗ്രസ്സുകാർക്കും ചേർക്കാം, BJPക്കാർക്കും ചേർക്കാം, ഇൻഡിപെൻഡൻസിനും ചേർക്കാം, ആർക്ക് വേണേലും പുതിയ വോട്ടർമാരെ ചേർക്കാം. അത് സംഘടനാ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചാൽ വോട്ടർമാരെ ചേർക്കാൻ സാധിക്കും. വോട്ടർമാരെ ചേർത്തു എന്ന ഒറ്റ എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടെങ്കിൽ ഇവർക്ക് ഒപ്പോസ് ചെയ്യാലോ അല്ലേ? തീർച്ചയായും ഒപ്പോസ് ചെയ്യാമല്ലോ. ഈ ഇലക്ട്രൽ റോളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് കർണാടകത്തിൽ ഉൾപ്പെടെ ശ്രീ അനിൽ ഇലക്ട്രൽ റോൾ കരട് രേഖ വരുമല്ലോ, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമല്ലോ, എല്ലാവർക്കും കൊടുക്കുമല്ലോ, അത് എല്ലാവർക്കും കൊടുക്കും, എല്ലാ പാർട്ടികൾക്കും കൊടുക്കും, സ്ഥാനാർത്ഥികൾ കൊടുക്കും. അത് സ്വല്പം ഒന്ന് ഗൃഹപാഠം ചെയ്താൽ ഒരേ വീട്ടിൽ ഒരേ അഡ്രസ്സിൽ 10, 50, 60 പേര് വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പട്ടികയിലുണ്ട് എങ്കിൽ അഡ്രസ്സ് സഹിതം എല്ലാ ഡീറ്റെയിൽസ് സഹിതമാണ് ഇലക്ട്രൽ റോൾ വരുന്നതെന്ന് ഓർക്കണം. പണ്ടത്തെ പോലല്ല, പേര് മാത്രമല്ല. ആ രീതിയിൽ വരുമ്പോൾ ഇത് നല്ല സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ പരിശോധിക്കാമായിരുന്നല്ലോ. കർണാടകത്തിൽ കോൺഗ്രസ് റൂളിംഗ് പാർട്ടിയാണെന്ന് ഓർക്കണം. മഹാരാഷ്ട്രയിൽ ശക്തമായ അടിത്തറയുള്ള പാർട്ടി തന്നെയാണ്. പിന്നെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പരിശോധിക്കാമായിരുന്നു. ഇതൊന്നും പരിശോധിക്കാതെ അവസാന നിമിഷം പറയുകയാണ് വോട്ടെടുപ്പ് കഴിയുന്ന നിമിഷങ്ങളിൽ കാര്യമായ തിക്കും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് CCTV നോക്കിയാൽ കാണാം. പക്ഷേ CCTV ദൃശ്യങ്ങൾ മനഃപൂർവ്വമായി 45 ദിവസം കഴിഞ്ഞപ്പോൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്തൊക്കെ പറയുമ്പോൾ ഒരു പരിധി ഉണ്ടാകും. നമ്മുടെ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നതിന്, സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും. ഇത്രയും ബണ്ടിൽസ് ഓഫ് ഇൻഫർമേഷനാണ്, ഒരു സിസ്റ്റമാണ്, ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൊതു ആ മണ്ഡലത്തിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റായ രീതിയിൽ ഗൂഢ ഉദ്ദേശത്തോടു കൂടി BJPയെ വിജയിപ്പിക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നതിനകത്തും ഒബ്ജക്റ്റിവിറ്റി കാണാനില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒബ്ജക്റ്റീവായ കാര്യങ്ങൾ പറഞ്ഞു. അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം, സത്യം വെളിയിൽ വരണം. അതേസമയം സബ്ജക്റ്റീവായ ചില കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തൊടുന്യായങ്ങൾ എന്ന നിലയിൽ ചില ഒബ്ജക്റ്റീവ് കാര്യങ്ങൾ ഏത് മണ്ഡലത്തിലും സംഭവിക്കാവുന്ന എറർ. കേരളത്തിൽ വോട്ടെടുപ്പ് സംഭവിക്കുന്നില്ലേ? എല്ലാ ഇടങ്ങളിലും വോട്ടെടുപ്പുണ്ട്. അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടെ ഈ തരുണത്തിൽ നമ്മൾ ഓർക്കണം. ഒരു ഇരട്ടത്താപ്പുണ്ട് അവിടെ. ആ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞാൽ ബീഹാറിൽ കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ്. എന്താണ്? അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ, ഏതാണ്ട് 56 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി നീക്കി. അതായത് ഡബിൾ വോട്ടുകൾ മാറ്റി, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കുന്നവരുടെ വോട്ടുകൾ മാറ്റി, പിന്നെ ചില കമ്മ്യൂണിറ്റികളെ തെരഞ്ഞുപിടിച്ച് മാറ്റി. എന്തെല്ലാം ആരോപണങ്ങളാണ്. അതുകൊണ്ട് ഇൻറ്റൻസീവ് റാഡിക്കൽ ആൻഡ് ഇൻറ്റൻസീവ് ചേഞ്ചസ് വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ക്ലീനിങ് പ്രക്രിയയ്ക്ക് തുരങ്കം വെക്കുന്ന നിലപാട് ഇന്ത്യ മുന്നണി സ്വീകരിച്ചു. അതേ ഇടത്ത് പറയുന്നു ഇവിടെ കർണാടകത്തിൽ വരുമ്പോൾ, മഹാരാഷ്ട്രയിൽ വരുമ്പോൾ ഇങ്ങനെ വ്യാജ വോട്ടുകൾ തിരികെ കയറ്റുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺസിസ്റ്റൻസിയുടെ അഭാവം നമുക്ക് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. കാരണം ബീഹാറിൽ ഒരു നീതിയും കർണാടകത്തിൽ മറ്റൊരു നീതിയും എന്ന രീതിയിൽ 2 രീതിയിലാണ് സംസാരിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമാകാത്ത ഒരു രീതിയാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് ബീഹാറിൽ. ഒരുപക്ഷെ വിദേശത്ത് നിന്ന്, ബംഗ്ലാദേശിൽ നിന്നോ മറ്റ് പല ഇടങ്ങളിൽ നിന്നോ നുഴഞ്ഞു കയറിയ ആളുകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് സാമാന്യം അയൽ സംസ്ഥാനം കൂടിയായ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അവിടുത്തെ സാഹചര്യം വ്യത്യാസമുണ്ട്. കർണാടകയിൽ അങ്ങനല്ല. കർണാടകത്തിൽ അയൽ സംസ്ഥാനങ്ങളുമായി, അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയുമില്ല. അതുകൊണ്ട് ബീഹാറിൽ തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നുഴഞ്ഞുകയറ്റ വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ലഭിക്കണം, അത് വിട്ടു നിർത്താൻ പാടില്ല. അതേസമയം കർണാടകത്തിൽ അനധികൃതമായി ഒരുപാട് പേരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ലെവൽ പാരിറ്റി അവിടെ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളുടെ കുറെ കൂമ്പാരം ഇവിടെ കാണാനുണ്ട്. അതേസമയം അതിനുള്ളിൽ ചില കതിരുകളുണ്ട്. വലിയ നമ്പർ പതിരുകൾക്ക് മധ്യേ ഉള്ള കതിരുകളുടെ അർത്ഥം കാണാതെ പോകരുത്. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് അത് വെറും രാഷ്ട്രീയമാണ്, അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാതെ അതിൽ ഉള്ള സത്യങ്ങൾ തെരഞ്ഞുപിടിച്ച് കമ്മീഷൻ
ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്. കമ്മീഷൻ റെഫറിയാണ്, റെഫറി ഗോൾ അടിക്കാൻ നോക്കരുത്. കമ്മീഷൻ അമ്പയറാണ്, അമ്പയർ ഒരു ടീമിന് വേണ്ടി മാത്രം കളിക്കാൻ പാടില്ല. അത് തീർച്ചയായിട്ടും സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായി പ്രവർത്തിക്കണം. അതാണ് എൻ്റെ നിഗമനം, എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും രാഹുൽ എഫിഡവിറ്റ് കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് നിയാസ് പറഞ്ഞല്ലോ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കോൺഗ്രസ് പ്രതിനിധി സംഘം കാണുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്? യെസ്.